തമിഴ്നാട്ടിലെ മധുര നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതനവും പ്രശസ്തവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുപ്പരക്കുണ്ട്രം. എന്നാൽ ഈ അടുത്ത് വാർത്തകളിലൊക്കെ വിവാദങ്ങളിലൊക്കെ ഇടം നേടിയ, അതിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു തിരുപ്പരക്കുണ്ട്രം. അതിന് കാരണമായി പറയുന്നത് കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന ഹിന്ദുമത വിശ്വാസത്തിന് മേൽ DMK നടത്തിയ ഒരു നെറികെട്ട രാഷ്ട്രീയ അജണ്ട. എന്തായിരുന്നാലും ഏറ്റവും ഒടുവിൽ അതിനെ ഹൈക്കോടതി തന്നെ പൊളിച്ചടുക്കിയെന്നാണ് ഇന്നത്തെ വാർത്തകളിലൂടെ മനസ്സിലാക്കേണ്ടത്. തിരുപ്പരംകുன்றത്ത് ഇനി ദീപം പ്രകാശിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതിനെല്ലാ തരത്തിലുള്ള അനുമതിയും നൽകിയിരിക്കുന്നു. ഹൈക്കോടതി നിർണായകമായി ഈ ഉത്തരവ് നൽകിയത് ഏറെ ഭക്തർക്ക് വലിയ ആശ്വാസം തന്നെയാണ് പകരുന്നത്. എന്നാൽ ഈ നിർണായക ഉത്തരവിന് പിന്നാലെയും കോടതിയലക്ഷ്യ പരാമർശവുമായി DMK മന്ത്രിമാരടക്കം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരാകുലത നിലനിൽക്കുന്നത്. മധുരയിലെ തിരുപ്പരംകുണ്ട്രം കുന്നിലെ കൽത്തൂണിൽ ദീപം കൊളുത്തുന്നതിനെ ചൊല്ലിയായിരുന്നു വലിയ വിവാദമുണ്ടാക്കിയത്. സർക്കാർ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ തന്നെയാണ് ഈ വിഷയം ആളിക്കത്തിച്ചത്. ആദ്യം സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറത്തു വന്നു. അതിനെ നിരാകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഇപ്പോഴാകട്ടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ശരിവച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട്ടിലെ DMK സർക്കാരിന്റെ താൽപര്യത്തിനെതിരായി തന്നെയാണ് ചൊവ്വാഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ ഈ വിലയിരുത്തൽ പുറത്തു വന്നത്. ജസ്റ്റിസ് G. ജയചന്ദ്രനും ജസ്റ്റിസ് KK രാമകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് റിസ് ജുഡിക്കേറ്റ പ്രകാരം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ചു. വിധിയും പുറപ്പെടുവിച്ചു. ഹിന്ദു മുസ്ലിം മതവിശ്വാസികൾ ഒരുപോലെ പുണ്യസ്ഥലമായി കരുതുന്ന തിരുപ്പരംകുണ്ട്രം മലയുടെ മുകളിൽ സിക്കന്ദർ ബാദുഷാ ദർഗയ്ക്ക് അടുത്തായുള്ള കൽത്തൂണിൽ ദീപം കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കോടതി തീരുമാനം അറിയിച്ചിരുന്നത്. ഏറെക്കാലമായി ഹിന്ദുമത മുസ്ലിം വിശ്വാസികളൊക്കെ ഒരേപോലെ മതസൗഹാർദ്ദത്തോട് പോകുന്ന ഒരു ഇടം എന്ന രീതിയിൽ പ്രശസ്തി നേടിയ ഇടം കൂടിയാണ് തിരുപ്പരംകുണ്ട്രം. അവിടെയാണ് വർഗീയത ആളിക്കത്തിക്കാനായി സർക്കാർ സംവിധാനം തന്നെ മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം ബലപ്പെടുന്നത്. നിയമക്രമ പ്രശ്നങ്ങളും സൈറ്റിന്മേലുള്ള അവകാശവാദങ്ങളും ഒക്കെ കാരണം സർക്കാർ ദീപം കൊളുത്തുന്നതിനെ എതിർക്കുകയാണ് ചെയ്തത്. തൃക്കാർത്തിക ദിവസം കൽത്തൂണിൽ വിളക്ക് കൊളുത്താൻ ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ബെഞ്ച് അനുമതി നൽകിയിരുന്നു. ആ അനുമതിയാണ് ഹൈക്കോടതി ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് വിശ്വാസപ്രകാരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് വർഷത്തിൽ 3 പ്രധാന വിശ്വാസങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത് കൂടിയാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുന്നതിനെ നിരോധിക്കുന്ന ഏതെങ്കിലും ആഗമശാസ്ത്രത്തെക്കുറിച്ച് തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോ അധികാരികൾക്കോ ദർഗ ഉൾപ്പെടെയുള്ള അപ്പീൽ കക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ലെന്നാണ് ബെഞ്ച് പറയുന്നത്. വഖഫ് ബോർഡ് അടക്കം അവിടെ കക്ഷി ചേർന്നിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എതിർപ്പുകൾ ശക്തമായി തന്നെ തള്ളിക്കളഞ്ഞ് ഒരു വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം കൽവിളക്കിൽ വിളക്ക് തെളിയിക്കാൻ ദേവസ്ഥാനത്തിന്റെ പ്രതിനിധികളെ അനുവദിക്കുന്നതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് അവിടെ സംഭവിക്കുന്നത്? വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന വിഷയത്തെ, പൊതുസമാധാനത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുമെന്ന വാദം തന്നെയാണ് ഏറെ പരിഹാസ്യമായി കോടതി ചൂണ്ടിക്കാട്ടിയത്. ഒട്ടും തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണെന്നാണ് ബെഞ്ച് വിശേഷിപ്പിച്ചത്. അങ്ങനെ പരിഹാസ്യവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇത്തരം തടസ്സങ്ങൾ സംസ്ഥാനം തന്നെ സ്പോൺസർ ചെയ്താൽ മാത്രമേ സംഭവിക്കൂ. അതല്ലാതെ വർഗീയ വിഷയങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. മനഃപൂർവ്വമായി കെട്ടിച്ചമച്ച ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു സംസ്ഥാനം ഇങ്ങനെ അത്തരം തരംതാഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു പോകുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. ആശാവഹമായ ഭാവിയല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരും പോലീസും ദർഗയും തമിഴ്നാട് വഖഫ് ബോർഡും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഇവർക്കൊക്കെ തന്നെ ഈ 4 കക്ഷികൾക്കും തിരിച്ചടിയാകുന്ന രീതിയിലാണ് വിധി പുറത്തു വന്നത്. ഭക്തർക്ക് വിളക്ക് തെളിയിക്കാൻ നിയമപരമായ അവകാശമില്ലെന്നും ദീർഘകാലമായിട്ടുള്ള ആചാരങ്ങളെ മാറ്റാൻ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നുമാണ് സംസ്ഥാനം വാദിച്ചത്. മധുര കളക്ടറും പോലീസ് കമ്മീഷണറും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ എതിർത്തു. ദീപസ്തംഭം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണെന്നും സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ ഈ മേഖലയിലെ സമാധാനത്തെ തടസ്സപ്പെടുത്തിയേക്കുമെന്നുമാണ് വാദം. ഈ വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചത്. തിരുപ്പരംകുണ്ട്രം കുന്നുകളിലെ കൽത്തൂണിൽ ദീപം തെളിയിക്കുന്നതിനുള്ള വഴി വീണ്ടും അങ്ങനെ തുറന്നു തന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട നീതിപീഠം. ദീപം തെളിയിക്കുമ്പോൾ ദർഗയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകരുതെന്നും ക്രമസമാധാനം പാലിക്കണമെന്നുമാണ് പ്രത്യേകമായി കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാർത്തിക ദീപം ഉത്സവം പോലുള്ള പ്രധാന ദിവസങ്ങളിൽ ഇവിടെ ദീപം തെളിയിക്കുന്നത് ഭക്തർക്ക് വലിയ വിശ്വാസമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അത് സുഗമമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ അധികൃതർക്കാണ് ബാധ്യതയെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ഈ ക്ഷേത്രത്തിനെ പറ്റി, മുരുകക്ഷേത്രത്തെ പറ്റിയുള്ള സവിശേഷതകൾ അത് ഏറെയാണ്. ഭഗവാൻ മുരുകന്റെ
6 പടൈ വീടുകളിൽ 6 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് കൂടിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇതിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ സൂര്യപത്മനെ നിഗ്രഹിച്ച ശേഷം മുരുകൻ ദേവേന്ദ്രന്റെ പുത്രിയായ ദേവയാനിയെ വിവാഹം കഴിച്ചു എന്നൊക്കെ ഇവിടെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇനി മുരുകക്ഷേത്രത്തിന് പുറമെ ഈ കുന്നുകളിൽ പുരാതന കാലത്തെ ജൈന സന്യാസികളും താമസിച്ചു. അവരുടെ ഗുഹകളും ശിലാലിഖിതങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ജൈന പൈതൃകം അടക്കമുറങ്ങുന്ന മണ്ണ്. ഇനി ഈ ഗുഹാക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ട ഒരു വിഷയം, പാറ തുരന്നുണ്ടാക്കിയ റോക്ക് കട്ട് ടെമ്പിൾ ഗുഹാക്ഷേത്രമാണിത്. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് നായ്ക്കർ ഭരണകാലത്ത് മനോഹരമായ ഗോപുരങ്ങളും മണ്ഡപങ്ങളും ഒക്കെ തന്നെ അവർ നിർമ്മിച്ചു. ഈ കുന്നിൻ മുകളിലെ തന്നെ സിക്കന്ദർ ഷാ എന്ന ഔലിയയുടെ ദർഗയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് മതസൗഹാർദ്ദത്തിന്റെ വലിയ ഉദാഹരണമായി ഇക്കാലമൊക്കെ മുഴങ്ങിക്കേട്ടതാണ്. അവിടെയാണ് ഒരു വലിയ മതവിദ്വേഷം കലർത്താനായി DMK സർക്കാരിന്റെ നേതൃത്വത്തിൽ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണം ബലപ്പെടുന്നത്. ദീപം തെളിയിക്കുന്നത് എവിടെ വേണമെന്ന് 2014 കേസിൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റൊരു ഉത്തരവും സർക്കാർ അംഗീകരിക്കില്ല എന്നാണ് നിയമമന്ത്രി S. രഘുപതി പറയുന്നത്. ഈ വിഷയത്തെ കൂടുതൽ വിവാദമാക്കിയതും രഘുപതിയുടെ പ്രസ്താവനകൾ കൂടിയായിരുന്നു. തിരുപ്പരംകുണ്ട്രം മലയിലെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൽ മാത്രമാണ് ദീപം തെളിയിക്കേണ്ടതെന്നാണ് 2014 ഹൈക്കോടതി ഉത്തരവെന്നാണ് രഘുപതി പറയുന്നത്. സിക്കന്ദർ ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ അങ്ങ് സ്വീകരിച്ചു. വിഷയത്തിൽ വിജയ അധ്യക്ഷനായിട്ടുള്ള TVK നിലപാട് വ്യക്തമാകാത്തതിലുള്ള ചില സമൂഹമാധ്യമ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളേവരും കണ്ടിരുന്നു. ഈ ദീപം തെളിയിക്കലിന്റെ പേരിൽ BJPയും RSSും തമിഴ്നാട്ടിൽ വർഗീയ രാഷ്ട്രീയത്തിന് ശ്രമിക്കുന്നുവെന്നാണ് DMK നേതാവ് കനിമൊഴിയുടെ ആരോപണം. മധുരയിലെ ജനങ്ങളും തമിഴ്നാട് സർക്കാരും ഒന്നിച്ചിതിനെ തോൽപ്പിക്കുമെന്നും കനിമൊഴി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കോടതി ഉത്തരവ് പ്രകാരം ദീപം തെളിയിക്കാനായി ഹർജിക്കാരനടക്കമുള്ള നിരവധി ആളുകൾ മലയിലേക്ക് എത്തിയത്. പോലീസാകട്ടെ ഇവരെ തടഞ്ഞു. സ്ഥലത്തെത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് നൈനാർ നാഗേന്ദ്രയെയും മറ്റു BJP നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉത്തരവ് നടപ്പായോ എന്നറിയാൻ രാത്രി 10:30 കോടതി വീണ്ടും കേസ് പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് സ്വാമിനാഥൻ അറിയിച്ചെങ്കിൽ പോലും കേസ് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു ചെയ്തത്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതും DMK സർക്കാർ ആലോചനയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വർഗീയ സംഘർഷമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നെന്നാണ് DMKയുടെ നിലപാട്. എന്നാൽ മറിച്ച് അനാവശ്യമായ വിവാദമുണ്ടാക്കി കൂടുതൽ വിഷയത്തെ സങ്കീർണമാക്കാനാണ് DMKയുടെ ശ്രമമെന്നും ഇതിൽ ചില രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നുമാണ് BJP അടക്കമുള്ളവർ വാദിക്കുന്നത്. അതിനിടെ തിരുപ്പരംകുണ്ട്രം മലയുടെ മുകളിൽ ദർഗയ്ക്കടുത്തുള്ള ദീപത്തൂണിൽ കാർത്തിക വിളക്ക് കൊളുത്തണമെന്ന് ഉത്തരവിട്ട മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് JR സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമടക്കം ഒരു ഘട്ടത്തിൽ DMK കൈക്കൊണ്ടിരുന്നു. സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കുമെന്നായിരുന്നു DMK നിയമസഭാ അംഗങ്ങൾ ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പോലും പറഞ്ഞത്. തിരുപ്പരംകുണ്ട്രത്തെ കാർത്തിക ദീപത്തിന്റെ വിഷയത്തിൽ സ്വാമിനാഥൻ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഈ അനാവശ്യ സംഘർഷത്തിന് വഴിവെച്ചതെന്നാണ് DMKയുടെ വിമർശനം. മതനിരപേക്ഷ മൂല്യങ്ങൾ അവഗണിച്ച് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന വിധിയായിരുന്നു ഇതെന്നാണ് വിമർശനം. കേസിൽ വാദം കേൾക്കുന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെയും ക്ഷേത്ര ഉദ്യോഗസ്ഥരുടെയും പ്രതിഷേധങ്ങൾ ജസ്റ്റിസ് സ്വാമിനാഥൻ തള്ളുകയും 100 വർഷത്തിലധികമായി പാരമ്പര്യമുള്ള അവിടെ നിലനിൽക്കുന്ന ഈ കുന്നിൻ ചുവട്ടിലെ തൂണിന് പകരം കുന്നിൻ മുകളിലൂടെ നിർമ്മിച്ച തൂണിൽ വിളക്ക് കത്തിക്കാൻ ഉത്തരവിടുകയുമായിരുന്നുവെന്നാണ് പറയുന്നത്. കുന്നിൻ മുകളിലെ സ്തംഭവും ക്ഷേത്ര സ്വത്താണെന്നും അതുകൊണ്ട് ആചാരത്തിൽ ഉൾപ്പെടുത്താമെന്നും ജഡ്ജി നിലപാട് സ്വീകരിച്ചു. പതിറ്റാണ്ടുകളായി ചെയ്യുന്നത് പോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദീപമണ്ഡപത്തിൽ മാത്രം വിളക്ക് കൊളുത്തിയാൽ മതിയെന്നാണ് ക്ഷേത്രം അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം. മലമുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കാനെത്തിയ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ പോലീസ് തടയുകയുമൊക്കെ ചെയ്തിരുന്നു. അത് വലിയ സംഘർഷത്തിലേക്ക് പിന്നീട് നയിച്ചു. ഇതുവരെ ക്ഷേത്രത്തിലെ പരിധിയിലുള്ള മലമുകളിലെ ദീപത്തൂണിലായിരുന്നു നേരത്തെ ദീപം തെളിയിച്ചത്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് 1996, 2014, 2016 എന്നീ വർഷങ്ങളിൽ മദ്രാസ് ഹൈക്കോടതി ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാനായി എടുത്തപ്പോൾ ക്ഷേത്ര പരിധിയിലുള്ള ദീപത്തൂണിൽ മാത്രമേ ദീപം തെളിയിക്കാൻ പാടുള്ളൂ എന്ന് എടുത്തു പറഞ്ഞിരുന്നു. ആ വിധികളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് സിക്കന്ദർ ബാദുഷയുടെ ദീപത്തൂണിൽ അനുമതി നൽകാൻ കഴിയുമെന്ന് സർക്കാർ തന്നെ ഇപ്പോൾ ചോദ്യമുയർത്തുകയാണ്. 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനിടയിൽ ഇത്തരമൊരു ഉത്തരവ് വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നാണ് DMK പറയുന്നത്. അതേസമയം കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെ BJP നേതാവ് K. അണ്ണാമലൈ സ്വാഗതം ചെയ്യുന്നു. DMK സർക്കാർ ആകട്ടെ അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും മുരുക ഭക്തർക്ക് ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ടുള്ള നിയമവാഴ്ചയെ ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് അണ്ണാമലൈ Xലൂടെ കുറിച്ചിരിക്കുന്നത്.
ഹൈക്കോടതി വിധി സ്റ്റാലിൻ സർക്കാരിന്റെ മുഖത്തേറ്റൊരടിയാണെന്നും ഇതെല്ലാം മുരുക ഭക്തരുടെയും വിജയമാണെന്നും ഹിന്ദു മുന്നണി പ്രതികരിച്ചു. എല്ലാ മുരുക ഭക്തർക്കും വിജയം, എല്ലാ മുരുക ഭക്തരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടി.